സമയം രാവിലെ 5 മണി. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റ് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതിന് മുമ്പ് ജിമ്മിക്ക് പോകണം. അങ്ങനെ നേരെ ഞാൻ ജിമ്മിക്ക് പോയി തിരിച്ച് വന്നിട്ട് ഞാൻ ട്രെയിനിൻ്റെ സമയം നോക്കിയപ്പോൾ ട്രെയിൻ ഏറെക്കുറെ കിട്ടില്ല എന്ന് എനിക്കൊരു ഉറപ്പായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ യദുവിനോട് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു. അവൻ എന്നെ സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബസ് കിട്ടി. ആ ബസ്സിൽ കയറിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സീറ്റ് കിട്ടി. എനിക്ക് ട്രെയിനിൽ പോകാനാണ് താല്പര്യം. ബിക്കോസ് ചീപ്പാണ്. 10-15-30 രൂപയ്ക്ക് പരിപാടി തീരും. പക്ഷേ ഇതിലാണെങ്കിൽ വൺ സൈഡ് 90, മറ്റേത് വൺ സൈഡ് 35-40 രൂപയാണ്. അങ്ങനെ ഞാൻ കയറി. MG റോഡാണ് നമ്മുടെ ലൊക്കേഷൻ. അബാദ് പ്ലാസയ്ക്കാണ് പോകുന്നത്. ഈ അബാദ് പ്ലാസയ്ക്ക് പോകുന്നത് ഞാൻ ഇത്ര പിച്ചത്തരം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? അതങ്ങനെയൊക്കെ കാണിക്കണം ഗൈസ്, അതത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ബൈ ദ വേ. അങ്ങനെ ഞാൻ നേരെ അവിടെ എത്തിയിട്ട് അബാദ് പ്ലാസ എനിക്കറിയില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഡെന്നീസ് വിളിച്ച് പറഞ്ഞത് അവൻ്റെ ഒരു വീഡിയോ മില്യൺ അടിച്ചു എന്ന്. ചെക്കൻ്റെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ മില്യൺ അടിക്കുന്നത് സ്വന്തം പേജിൽ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് അവന് നല്ല രീതിക്കുണ്ട്. അങ്ങനെ ഞാൻ നേരെ അബാദ് പ്ലാസയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അബാദ് പ്ലാസ എത്തിയപ്പോൾ ഞാൻ ആലോചിച്ച്, അല്ല ഒറ്റയ്ക്ക് എങ്ങനെയാണ് എൻ്റെ അകത്തേക്ക് കയറി ചെല്ലുക? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സാലു ചേച്ചി ഈ ഇവൻറ്റിന് വരുന്നുണ്ടെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായി. നേരെ സാലു ചേച്ചീനെ വിളിച്ചു. സാലു ചേച്ചി CCOKയിലുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാലു ചേച്ചീനെ വിളിച്ചപ്പോൾ സാലു ചേച്ചി പറഞ്ഞു ഞാൻ ഇതിൻ്റെ പുറത്തേക്കുണ്ട്, എനിക്ക് നിൻ്റെ സെയിം അവസ്ഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ സാലു ചേച്ചി വന്ന് ഞങ്ങൾ ഒരുമിച്ച് കയറാൻ നിന്നപ്പോഴാണ് സാലു ചേച്ചിക്ക് ഇതിപ്പോൾ വരാമെന്ന് പറഞ്ഞൊരു പോക്ക് പോയത്. അങ്ങനെ ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഷിജോ ചേട്ടനും റോബിൻ ചേട്ടനും എല്ലാവരും ഒക്കെ ഉണ്ട്. ഷിജോ ചേട്ടനെ ഞാൻ കണ്ടെങ്കിലും എനിക്കെന്തോ സംസാരിക്കാൻ അങ്ങനെ അധികം പറ്റണമെന്നും ഉണ്ടായില്ല കേട്ടാ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. റോബിൻ ചേട്ടൻ കണ്ടപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ചു, അങ്ങനെ നിന്നു. ഞാൻ എന്തോ ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബൈ ദ വേ അങ്ങനെ ഞാൻ 1-2 പേരൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഇവൻറ്റ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അതായത് ദ മേക്കേഴ്സ് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വിഷയം സൈബർ സെക്യൂരിറ്റി, ടാക്സ്, GST ഇതൊക്കെയായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഒരിക്കലും ഒരു ക്രിയേറ്റർ മിസ്സേ ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്ലാസ് ആയിരുന്നു. പക്ഷെ പല ആൾക്കാരും അത് നല്ല രീതിക്ക് മിസ് ചെയ്തു. ഞാൻ ആദ്യം ഇതിന് വരണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ചെയ്തിട്ട് ഞാൻ വന്നത് 100% വെറുത്തായി. പിന്നെ നമ്മുടെ ഷിജോ ചേട്ടനും നമ്മുടെ ഫൗണ്ടറും കൂടെ, ആ ചേട്ടനും കൂടെ നമുക്ക് അവരുടെ ഒരു കോഴ്സിൻ്റെ ഒരു ലോഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്വക്കേറ്റ് ആയിട്ടൊരു ടോക്ക് ഉണ്ടായി. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ്, ഈ കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി. ആ ഒരു സർട്ടിഫിക്കറ്റാണിത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഒരു അടിപൊളി ഹോളായിരുന്നു കേട്ടോ, നല്ലൊരു ഹോളായിരുന്നു. ഇതാണ് നമ്മുടെ CCOKത്തെ ആൾക്കാർ. അങ്ങനെ ഇവൻ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വീട്ടിലേക്കല്ല പോയത്, നേരെ അലഞ്ചാൻ്റെ അടുത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരു അപ്പാപ്പൻ്റെ അടുത്ത് ചെന്ന് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ചോദിച്ചപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു നേരെ പോയ മെട്രോ സ്റ്റേഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയി മെട്രോ സ്റ്റേഷൻ കണ്ടു. കുറച്ച് നടക്കാനുണ്ടായിട്ടാ. അങ്ങനെ മെട്രോയിൽ ടിക്കറ്റ് എടുത്തപ്പോഴാണ് 2ാമത്തെ പ്ലാറ്റ്ഫോമാണെന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ 2ാമത്തെ പ്ലാറ്റ്ഫോം തപ്പി ഞാൻ മടുത്തു. അത് പോണ വഴിക്കാണ് ഒരു ആനേനെ കണ്ടത്. ആ ആന നമ്മുടെ വാഷർ കൊണ്ടാണ് ആനേനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കിയത് ആരാണെങ്കിലും കിടിലൻ സംഭവമായി, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ നേരെ മെട്രോ കയറാൻ വേണ്ടി പോയി. അപ്പോഴാണ് നമുക്ക് പരിചയമുള്ള, അതായത് ഈ ഇവൻറ്റിൽ വെച്ച് പരിചയപ്പെട്ട 2-3 ചേട്ടന്മാരെ അവിടെ കണ്ടത്. അങ്ങനെ ആ ചേട്ടന്മാരോടും സംസാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് മെട്രോ കയറി. മെട്രോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മെട്രോ ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞാൻ നേരെ മെട്രോ ഇറങ്ങി. മറ്റേ ചേട്ടനോട് നന്നായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ടു. അങ്ങനെ അലഞ്ചാൻ്റെ അടുത്തേക്ക് പോണ വഴിയിലാണ് അവിടെ വഴിയിലൊക്കെ നിറച്ച് ലൈറ്റ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അവിടെ ഇന്ന് പെരുന്നാളാണ്, ഇന്നും നാളെയാണെന്നാണ് പെരുന്നാൾ. പിന്നെ നാളെ എനിക്ക് ചെറിയൊരു ഇവൻ്റ് ഉണ്ട് നമ്മുടെ IQൻ്റെ. അപ്പോൾ അതിന് പോകാനുള്ള ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ IQ 10R എന്ന് പറയുന്ന IQ Neo 10R എന്ന് പറയുന്ന ഫോണിൻ്റെ ലോഞ്ചാണ് കൊച്ചിയിൽ വെച്ചിട്ട് നാളെ. അത് ഹോട്ടലിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇൻഫോ പാർക്കിലാണുള്ളത്. അപ്പോൾ ഞാൻ നേരെ അലഞ്ചാൻ്റെ അടുത്ത് പോയി റെസ്റ്റ് എടുത്ത്, അലഞ്ചാണ്ടും ഇവൻറ്റിലുണ്ട്.